മലപ്പുറം മാധവനാട് ക്വാറിയിലേക്ക് ലോറി മറിഞ്ഞുണ്ടായ അപകടം അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്നും ആ ലോറിയെ പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. പൂർണ്ണമായും ഈ ക്വാറിയിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയ അവസ്ഥയിലാണ് ആ ലോറി ഉള്ളത്. അവിടെ ക്രെയിൻ ഉപയോഗിച്ച് ആ ലോറിയെ പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. നേരത്തെ ഡ്രൈവർ ജാഫറെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ക്ലീനർ മുസ്തഫ ഈ ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോഴും മുസ്തഫയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങളില്ല. പുറത്തേക്കെടുത്തെങ്കിൽ മാത്രമേ എന്താണ് സ്ഥിതി എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ എന്നാണ് നേരത്തെ അവിടെ നിന്നും ഫയർഫോഴ്സ് വിദഗ്ധർ ഒപ്പം സ്കൂബ ടീമും അറിയിച്ചത്. അജി കുഞ്ഞുമോൻ തുടരുന്നുണ്ട്. അജി, നിലവിൽ ഇത് ഹുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഈ ലോറിയിൽ? അതിനുള്ള ശ്രമങ്ങളാണ് പ്രജിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂബ ഡൈവേഴ്സിൻ്റെ നേതൃത്വത്തിൽ അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:10 ഇത്തരത്തിലൊരു അപകടം ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അതിൽ ഡ്രൈവറെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തലയ്ക്ക് സാരമായി പരിക്കേറ്റ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ആ വാഹനത്തിൻ്റെ സഹായിയാണ് ഇപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സെയിൽസ് വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് സാധനങ്ങളെല്ലാം തന്നെയും ഇവിടെ ചിതറിക്കിടക്കുന്നതൊക്കെ നമുക്ക് ഈ വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ചിതറിക്കിടക്കുന്നതൊക്കെ തന്നെയും നമുക്ക് കാണാൻ കഴിയും. വലിയ ഒരു രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ 3 മണിക്കൂറായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് ആ വാഹനം ഉയർത്തുവാനുള്ള ഒരു ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 65 അടി ഉയരമാണ് ഈ കോറിക്ക് ഉള്ളത്. പ്രവർത്തന രഹിതമായ ഒരു കോറിയാണ്. പ്രധാനപ്പെട്ട റോഡിന് സൈഡിൽ പ്രവർത്തിക്കുന്ന ഒരു ലോറി കൂടിയാണ്. ചേട്ടാ, ഇവിടെ നേരത്തെ അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇത്? യെസ്, നാട്ടുകാരും ഒപ്പം തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചേട്ടാ, ഇതെങ്ങനെ സംഭവിച്ചെന്നറിയാം? ഇവിടെ ഉണ്ടായിരുന്ന ബ്രേക്ക് പോയിട്ട് വന്നതാണ്. മേലെന്ന് ബ്രേക്ക് പോയിട്ട് നേരെ പറമ്പാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വണ്ടി കയറ്റിയത്. നേരെ പിന്നെ കോറിയേക്ക് ചാടിയാണ്. 12:30 മണി അന്നേരം. പിന്നെ വാഹനത്തിൽ രണ്ടുപേരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഇതിവിടെ കോറിയുള്ള വിവരം അവരറിയില്ല. നിരപ്പ് സ്ഥലം കണ്ടപ്പോൾ വണ്ടി ഇങ്ങോട്ട് കയറ്റി. ഇവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ പതിപ്പ് കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറ്റി. പക്ഷെ കോറിയുള്ളത് അവരറിയില്ല. കോറിയിലോട്ട് നേരെ ചെന്ന് ചാടുമായിരുന്നു. ഈ അപകടങ്ങൾ നേരത്തെ ഉണ്ടാകുന്ന ഒരു മേഖലയായിരുന്നു. അതിനു മുമ്പ് ഒരു അപകടം ഉണ്ടായിരുന്നു. ഒരു സിഗ്നൽ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഒരു സുരക്ഷിതയില്ല. അന്ന് മുതലേ ഇങ്ങനെ കിടക്കുകയാണ്. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പ്രജിൻ അവർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സൈൻ ബോർഡ് പോലും ഇല്ലാത്തൊരു മേഖലയാണ്. നമുക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ്. പ്രധാന റോഡിൽ നിന്നും ബ്രേക്ക് നഷ്ടപ്പെട്ട നിരപ്പായ സ്ഥലം എന്ന് കരുതിയാണ് ഇവർ വാഹനം ഇവിടേക്ക് വന്നത്. പക്ഷേ അത് കോറിയാണ് എന്നവർക്ക് അറിവില്ലായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. അജയ്, നേരത്തെ സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആസാദും അക്കാര്യം പറയുന്നുണ്ട്. ഈ രീതിയിൽ പുറത്തുനിന്ന് വന്നിരുന്ന ആൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല, നിരപ്പായ ഒരു സ്ഥലമാണെന്നായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഈ രീതിയിൽ അവിടെ ഒരു സുരക്ഷാ വേലി എന്തുകൊണ്ടില്ല? അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമല്ല ഇത്. പക്ഷെ എന്തായാലും വരും ദിവസങ്ങളിൽ അതിനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. പക്ഷെ എന്തായാലും അതങ്ങനെ വിട്ടുകളയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ ക്വാറിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അപകടം എന്നാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നാട്ടുകാർ പറയുന്നതല്ല, ഇതിനു മുമ്പും അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു മസാല കമ്പനിയോ അങ്ങനെ എന്തോ ഒരു കമ്പനിയുടെ ഫാക്ടറിയിൽ നിന്നുള്ള വണ്ടിയാണിത്, ലോറിയാണിതെന്നാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. അവിടുത്തെ ജീവനക്കാരാണോ എന്നറിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ ലഭ്യമായി വരുന്നേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.